ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. രാവിലെ അമ്മമാർക്ക് വളരെ ആശ്വാസമേകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങും അവലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സമയം ലാഭമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അവലിൽ കുറച്ച് ചേരുവകൾ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ ബ്രൗൺ അവലാണ് ഞാനിതിലേക്ക് ഇടുന്നത്. വൈറ്റ് അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അവൽ പൊടിഞ്ഞു പോകാതെ നോക്കണം. കൂടുതൽ പ്രഷർ കൊടുക്കാതെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. തേങ്ങയൊക്കെ ഈ അവലിൽ എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അവലൊന്നും പൊടിഞ്ഞു പോകാതെ നോക്കണം. ഇതുപോലെ ചെയ്ത് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അവലൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. തേങ്ങയുടെ നനവൊക്കെ ഈ അവൽ വലിച്ചെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആകും. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ തേങ്ങയും അവലും കൂടി നനച്ചിട്ട് കഴിക്കാറില്ലേ? അത് നല്ല ടേസ്റ്റ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇതൊന്ന് നനച്ച് വയ്ക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. തേങ്ങയുമായി മിക്സ് ചെയ്ത അവലൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ജിഞ്ചിലി ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയും. ഈ ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി ചോപ്പ് ചെയ്ത കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ പൊടി പോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഞാനൊരു ചെറിയ പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത്. നിങ്ങൾക്ക് ഒത്തിരി പച്ചമുളക് ചേർത്ത് നല്ല എരിവ് വേണമെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ചേർക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ചൂടായ മണം വരണത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കൈകൊണ്ട് ഉടച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് പേസ്റ്റ് പോലെ ആകേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും പിന്നെ ഉടഞ്ഞതുമായ തരത്തിലാണ് നമ്മളിത് ഉടച്ച് ചേർക്കേണ്ടത്. ഇനി മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന അവസരത്തിൽ വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം നല്ലതുപോലെ ചൂടാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവലിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോക്കും ഈ മസാലയ്ക്കും വേണ്ട ഉപ്പ് മാത്രമാണ് ചേർക്കേണ്ടത്. കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുമായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. അവൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തേങ്ങയുമായി മിക്സ് ചെയ്തതുകൊണ്ട് സാധാരണ അവൽ എടുക്കുന്നതിലും കുറച്ചുകൂടി സോഫ്റ്റാണ്. അതുപോലെ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. അവൽ ചൂടാകും തോറും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഉരുളക്കിഴങ്ങ് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രം മതി. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇതിൽ കുരു വീഴാതെ നോക്കണം കേട്ടോ. കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂണിൽ പിഴിഞ്ഞെടുത്തിട്ട് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ചെറുനാരങ്ങയുടെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്താൽ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ പുളിയും പഞ്ചസാരയുടെ മധുരവും ഇതിലെല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായുള്ളൂ, അതുമാണ് ഞാനിപ്പോൾ ചേർത്തത്. കുറച്ചുകൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും അവലും ചേർത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും. അത്രയ്ക്ക് കൊതിപ്പിക്കുന്ന മണമാണ് വരുന്നത്. ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പിന്നെ കശുവണ്ടി നുറുക്കിയതിന് പകരം നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഫ്രൈ ചെയ്തും ചേർക്കാവുന്നതാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപാര രുചിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. ഇതൊരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തോന്നും. വളരെ എളുപ്പമാണ്. അമ്മമാർക്കൊക്കെ എന്തൊരു ഈസിയാണ് ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.